ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടുണ്ട് ഗൈസ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുത്തില്ല ഗൈസ്. ഞാൻ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. ഡേ ഇൻ മൈ ലൈഫിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. കാരണം അന്ന് ദിവസം തന്നെ കേക്ക് കുറിച്ച്, അപ്പോൾ രാത്രി ഇതാരും എടുത്തില്ല. അപ്പോൾ ഉച്ചയ്ക്ക് എത്തും, വൈകുന്നേരത്തെ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അത്രേ ഉള്ളൂ. അപ്പം ഗൈസ് ഞാനാണ് പിടിക്കുന്നത്, സ്വന്തം പിടിക്കുന്നതുകൊണ്ട് കുറേ കോപ്രായങ്ങളൊക്കെ ഉണ്ട്, ആരും ശ്രദ്ധിക്കരുത് ഗൈസ്. പിന്നെ എന്നിട്ടാണ് ഞാൻ വലിയ കടയുടെയും ലൈഫൊന്നുമില്ല ഗൈസ്, കുഞ്ഞിയുടെയും ലൈഫ് വലിയ കാര്യമൊന്നുമില്ല ഇവിടെ ഗൈസ്. ഉച്ചക്ക് ചോറിഞ്ഞ അങ്ങനെയൊക്കെ ഉള്ളൂ, വേറെ വലുതായിട്ടൊന്നുമില്ല. ഇപ്പം പല്ലിയൊക്കെയാണ് ഗൈസ്, അപ്പോൾ പല്ലിയേക്കണം. അപ്പോൾ ഗൈസ് ബോധം പോയ പോലെ നിൽക്കണേ കുറേ നേരം. എന്നിട്ട് നമ്മൾ പല്ലി കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ജോലി എടുക്കണം. നമ്മൾ ജോലി എടുക്കൂട്ടോ ഗൈസ്, നമ്മൾ ജോലി എടുക്കണം. എല്ലാവരും എന്നെ കളിയാക്കും ജോലി എടുക്കൂലെന്ന്. നമ്മൾ ജോലി എടുക്കും. പക്ഷേ ഇപ്പം നമുക്ക് ചായ കുടിക്കാം. ഞാൻ ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ്. രാവിലെ താണ്ടല്ല, അപ്പം ഇന്ന് ചായ കുടിക്കാൻ പോകുന്നു. ഇതൊക്കെ ചെയ്ത് പല്ലൊക്കെ തേച്ച് അപ്പം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ആദ്യം തന്നെ കുടിക്കണം ഗൈസ്. പക്ഷേ എല്ലാവരും വെള്ളം കുടിക്കുമ്പോൾ തണുത്തെള്ളം കുടിക്കരുത്, വേറെ വെള്ളം കുടിക്കണം. പക്ഷേ നമ്മൾ ഇത്രയും നേരം ഉറങ്ങിയിട്ട് നമ്മൾ തണുത്തെള്ളം കുടിക്കും. ആരും കുടിക്കരുത്, തന്നെ കൊല്ലരുത്. ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പറയും ഓക്കെ, നമ്മൾ വേറെ വെള്ളം. അതാണ് ഞാനിവിടെ കിടന്ന് പറയണത് ഗൈസ്, അതൊന്നും ശ്രദ്ധിക്കേണ്ട. പിന്നെ ഗൈസ് നമ്മൾ ഇത് 1K കേക്ക് ഓർഡർ ചെയ്യുന്ന രംഗമാണ്. പിന്നെ കയ്യിരിക്കാൻ ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ ഗൈസ്, ലാൻഡ് ഫോൺ ഇവിടെ എങ്ങനെയാണ് ഗൈസ്. ഓക്കെ ഇത്രയും നേരം ഇതൊക്കെ കറങ്ങിയിരുന്ന റൂമിലാണ് ഗൈസ്. അപ്പോൾ അത് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരാളിങ്ങനെ വരും, നീസ അത് വിളിച്ചാൽ വിളിക്കുന്നു ക്യാമറയിൽ പോസ് കാട്ടാൻ വേണ്ടിയിട്ട്. നീസ രാവിലെ തന്നെ എണീച്ച് ഗൈസ്, നമ്മളൊക്കെ മുമ്പ് എണീച്ച് നിൽക്കണ്ട ഇവിടെ. പിന്നെ ഗൈസ് ഇവിടെ എണീച്ചപ്പോൾ തന്നെ ഒരുത്തി ഇവിടെ ഇരുന്നിട്ട് മാങ്ങിന് രാവിലെ തന്നെ തിന്നും മാങ്ങ. എന്തിനാണാവോ? ഉമ്മച്ചി ഇവിടെ അരിയിലുണ്ട് ഗൈസ്. നമ്മൾ നേരത്തെ ചോറും കറിയൊക്കെ ആക്കി വയ്ക്കും ഗൈസ്. പിന്നെ നമ്മൾ ഇത്ര സമയം എണീച്ച് ഇത്ര അങ്ങനെയൊന്നും കാട്ടണല്ലോ കേട്ടോ, കാരണം ഞാൻ സമയം മറന്നുപോയി. ഇത് കുറേ ദിവസത്തിന് മുമ്പ് എടുത്താണ് മുട്ടക്കറി. നമുക്ക് ഇടിയപ്പം മുട്ടക്കറി ഉണ്ടെന്ന്. നമ്മളെടുത്ത് തന്നെ ഒരു മാവുണ്ട് ഗൈസ്, അപ്പോൾ ഇവിടെ നിറച്ച് നല്ല മാങ്ങ. ഞാൻ വീഡിയോ ഒക്കെ ഇടാൻ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഒരു മാങ്ങക്കറിയൊക്കെ ഉണ്ടാക്കി ഷോർട്ട് ഇടണ്ടായില്ലേ. പിന്നെ മാങ്ങ ജ്യൂസ് അടിക്കും ഞങ്ങൾ. അപ്പോൾ മാങ്ങ ജ്യൂസ് രാവിലെ തന്നെ മാങ്ങ ജ്യൂസ് ഇട്ടാൽ പ്രാന്താണ്, ഞങ്ങൾക്ക് പ്രാന്താണ് ഗൈസ്. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഹെൽത്തി നോക്കാറൊന്നുമില്ല. അപ്പോൾ നമ്മൾ മാങ്ങ ജ്യൂസ് കുടിക്കാൻ പോണ്. ഒന്നും തിന്നിട്ടൊന്നുമില്ല, മാങ്ങ ജ്യൂസ്. അങ്ങനെ ഹെൽത്തി ഒന്നും ഞങ്ങൾ നോക്കാറില്ല ഗൈസ്. വെക്കേഷൻ അങ്ങനെ അടിച്ചു പൊളിക്കും, ഉള്ളതും ഇല്ലാത്തൊക്കെ തിന്നും. അങ്ങനെയാണ് ഗൈസ്. അപ്പം നമ്മൾ മാങ്ങ ജ്യൂസ് കുടിച്ചു. അപ്പം നമ്മൾ മുട്ടക്കറിയാണ് ഗൈസ്, നമ്മുടെ മുട്ടക്കറി. പിന്നെ നമ്മൾ ചാടിക്കാൻ പോണ്. പിന്നെ അപ്പം നമ്മുടെ നീസ് ഇവിടെ വന്ന് ഇപ്പോൾ കേട്ടോ. ഇത് ഞാൻ ചാടിക്കുന്ന സ്ഥലത്തിൻ്റെ അടിയിൽ അല്ല, ഞാൻ അടുക്കളയിൽ ഇരിക്കുമ്പോൾ അടിയിലുണ്ട് നീസ് നിൽക്കണത്. പിന്നെ നമ്മൾ ടേബിൾ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച്, നിങ്ങൾ വിചാരിക്കും ഉമ്മച്ചിയാണ് കൊണ്ടുവെക്കണത്, ഞങ്ങളും കൊണ്ടുവെക്കും. ഞാൻ അവിടെ ഇരുന്നിങ്ങായിട്ട് ചെയ്യണ പിടിക്കണാരോട്ട് ഗൈസ്, അല്ലാണ്ട് ഉമ്മച്ചിനെ കൊണ്ട് മാത്രം പണിയെടുപ്പിക്കണേ നിങ്ങൾ വിചാരിക്കരുത്. അപ്പം ഗൈസ് ഇവിടെ നടുവീത്തൽ ഒരു ഊഞ്ഞാലുണ്ട് ഗൈസ്. അവിടെ നമ്മൾ ഇന്ന് സംഭവം എന്ന് വെച്ചാലുണ്ടല്ല, നമ്മൾ നോമ്പിന് ടി വി വെക്കാറില്ലല്ലോ. അപ്പം നോമ്പിന് കെട്ടിയതാണ് നടുവിൽ. ടിവിയുടെ പ്രശ്നം വരില്ലല്ലോ. അപ്പം സിയാം ഒന്ന് എത്തിച്ചൊക്കെയൊക്കെ ചെയ്തിട്ടാണ് ഗൈസ്. കാരണം സിയാം പ്ലേറ്റ് എടുത്ത് തന്നിട്ട് ഞാൻ കണ്ടില്ല, പിന്നെ എടുത്തുകൊണ്ടുവന്ന് പിന്നെ വെക്കും. 100 പ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്താ മണ്ടേ, എന്തിനാണ് കുറച്ചോനെ കണ്ട. പിന്നെ എണീച്ചു എന്നിട്ട് ഫ്രെയിമിൻ്റെ അപ്പുറം ഉണ്ടാ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ചക്കൻ്റെ ഫേസ് എല്ലാം ഇട്ടില്ല. പിന്നെ എന്നിട്ട് കിട്ടണില്ല എന്ന് പിന്നെ എടുത്തുകൊണ്ട് പോട്ടാ പ്ലേറ്റ്. എന്നിട്ട് പിന്നെ വെക്കും. ഭ്രാന്ത് തന്നെ ഭ്രാന്ത്. കണ്ട എന്നിട്ട് നല്ല വൃത്തിക്ക് വയ്ക്കലാന്നപ്പോൾ നല്ല കുട്ടിയായിട്ട് വെച്ചിട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇടിയപ്പം മുട്ടക്കറി ഉണ്ട് കേസ്. അപ്പം നമ്മൾ ഇടിയപ്പം നിന്ന് കേസ്. നമ്മൾ വീഡിയോ ഓടിക്കാനാരോട്ട് മുച്ച് വിളമ്പി തന്നെ കേസല്ലേ, വിളമ്പൊക്കെ തരും, നമ്മൾ വിളമ്പി തിന്നും, അത് വേറെ കാര്യം. അപ്പം കേസ് അപ്പം ഇടിയപ്പം എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. പക്ഷേ എന്നാലും ഈ ഇടിയപ്പം കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ തിന്ന്. എനിക്ക് എന്താണ് ആ ഇടിയപ്പം ഇഷ്ടമില്ലാത്തത്. അപ്പോൾ നമ്മൾ തിന്നിട്ട ഗൈസ്. വലുതയ്യാണ് ഇടുതയ്യാണുള്ളൂ ക്യാമറയിൽ. അപ്പം അങ്ങനെയാണ് ഗൈസ്. അപ്പം നമ്മൾ തിന്ന്. ഇനി അടുത്ത പണിയാണ് നമുക്ക് ഇനി അടുത്തത്, ഫുൾ പണി. ഇത്രയും നേരം കുഴപ്പമില്ലാത്ത പേരെ ഞങ്ങൾക്ക് അലങ്കോലാക്കിയിട്ട് ഗൈസ്. ഞങ്ങൾക്ക് അലങ്കോലാക്കാനും പറ്റും, എല്ലാവരും പറ്റൂട്ടാ ഗൈസ്. ഫുള്ളങ്ങോട്ട് ഇതാക്കിയിട്ട് ഇനി നമുക്കിതൊക്കെ ഒതുക്കണം കാട്ടാൻ വേണ്ടിയിട്ട് ഇട്ടതല്ല ഗൈസ്. അന്നേരം നമ്മളാണ് ഇവിടെ അടിക്കല് ചെയ്യണതൊക്കെ. പക്ഷേ വീഡിയോയിൽ കുറച്ച് ഗുമ്മുണ്ടാകാൻ വേണ്ടി ഫുള്ളായിട്ട് അങ്ങോട്ട് ഞങ്ങളങ്ങോട്ട് ഇതാക്കി. അപ്പം ഗൈസ് ഞാനെല്ലാം സ്പീഡിലിട്ടാണ് കാണിച്ചേക്കണം, കാരണം എടുത്ത് വന്നപ്പോൾ കുറേ ആയി ഗൈസ്. അപ്പം നമ്മൾ
അപ്പോൾ നമ്മൾ അടിക്കുന്ന ഹാളാണ്ട കേസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമൊക്കെ പോയി വൃത്തിയാക്കി ചെയ്ത് അനിയൻ്റെ ബുക്കാണല്ല ബുക്ക് നമ്മൾ സ്കൂൾ തുറക്കണേക്ക് മുമ്പ് ഇത് ആൾക്കാർക്ക് പാവട്ടി പറക്കാൻ വരില്ല അവർക്കൊക്കെ കൊടുക്കും നമ്മൾ ബുക്ക് അതിനുള്ളിൽ അടക്കിയൊക്കെ വെക്കണം. ഇത് എൻ്റെ SSLC പേപ്പറാണ്. നമ്മളിത് നമുക്ക് അടക്കണം റൂം. അപ്പോൾ നമ്മൾ ഇതൊക്കെ വൃത്തിയാക്കി കേസ്. അനിയത്തി അടി കിടക്കും, നമ്മൾ 3 പേരും മുകളിൽ കിടക്കും. അങ്ങനെ ഉണ്ടാകും. എന്നിട്ട് മാറി മാറി കിടക്കാറുണ്ട്. അങ്ങനെയാണ് ചെയ്യാറ്. ഇത് ഹാളിൽ നമ്മൾ കാർപ്പറ്റ് കേസ് നമ്മളിതാ ഇതൊക്കെ ചെയ്തതാണ്. പിന്നെ നമ്മൾ ഹാള് പിന്നെ നമ്മുടെ ഇതുണ്ട് അടിയിൽ അനിയത്തിയാണ് കിടക്കുന്നത്. നമ്മുടെ റൂമാണ് കേസ്. സിയാമോണ്ട കേസ്. ഞാൻ എപ്പോഴും അടിക്കുമ്പോൾ എന്നെ സഹായിക്കാറുണ്ട്. പിന്നെ ഒടുക്കാനൊക്കെ സഹായിക്കും. ഭയങ്കര ഹെൽപ്പാണ് കേസ്. അല്ലാണ്ട് പറഞ്ഞ് നല്ല ആൾ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഗൈസ് എല്ലാം കഴിഞ്ഞു ഗൈസ്. അപ്പം ഗൈസ് നമ്മളിപ്പോൾ അടുക്കളയുടെ വർക്ക് ഏരിയയിലാണ് വന്നിരിക്കണത്. ഇവിടെ ഒരാൾ ഭയങ്കര ജോലിയിലാണ്. ഇങ്ങനെ ഒരു ദിവസം അടിച്ചാൽ ഇങ്ങനെ തുടക്കം അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഇപ്പം അനിയത്തി വേറെ ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ചെയ്യാൻ വന്നിരിപ്പുണ്ട് ഗൈസ്. അപ്പം ഗൈസ് ഞങ്ങൾ മാങ്ങ ഉണ്ടല്ലോ അവിടെ. അപ്പം ഞാൻ പറഞ്ഞു മാങ്ങ കുറക്കാൻ ഓട്ടം മാങ്ങ കുറക്കാൻ വേണ്ടിയിട്ട് വലുത് തരാൻ പറഞ്ഞപ്പോൾ ഞാൻ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഓടുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. അപ്പം ഞമ്മവിടെ ഓടി. പിന്നെ നമ്മളിവിടെ കുറച്ച് ഷോ കാട്ടും. ഷോ ഒന്നല്ല ഗൈസ്, നമ്മൾ പണി ഇതാ കാര്യമാണ് പറയണം, അത് ചെയ്ത് ഇത് ചെയ്തു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു പാത്രം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇത് മാത്രം കാണിക്കണമെന്നുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവരും ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പം സിയാമ വരുന്നുണ്ട് ഗൈസ്. സിയാമ വാങ്ങി പറിക്കും. ഇതിനും കൂടുതൽ വാങ്ങിയിട്ട് വിട്ടോ ഗൈസ്. നമുക്ക് വേണ്ടി മാത്രം എടുത്തുകൊണ്ടുവന്നതാണ്. എന്നിട്ട് ആകുമ്പോൾ കഴുകി അപ്പോഴേക്കും പൊന്നുവിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ്. എന്നിട്ട് ഇനി കറി വെക്കണ പൊന്നുണ്ടെന്ന്. അതിൻ്റെ ഇടയിൽ ഗൈസ് അവിടെ കണ്ട അറ്റത്ത് 2 പേരുന്നുണ്ടായി. ഓടിപ്പോയി ഗൈസ്. ഓടിയല്ലേ ഗൈസ്, പറന്നാണ് പോയത്. പിന്നെ നമ്മുടെ ഉമ്മച്ചി എവിടെങ്ങനെ പോയേക്കുന്നു, ബാങ്കിൽ പോയേക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഉമ്മച്ചി അപ്പോഴേക്കും കേക്ക് നമ്മുടെ 1K കേക്കാണ് ഗൈസ്. അപ്പോൾ ആ ദിവസം തന്നെ ഉണ്ട് നമ്മൾ 1K സെലിബ്രേഷനൊക്കെ ഇട്ട 1K കേക്ക് എഴുതിയപ്പോൾ കണ്ടത് ഞാനിപ്പോൾ ആദ്യം ഫസ്റ്റ് ഇടം കണ്ടിട്ട്. അപ്പം ഞാൻ പറഞ്ഞ അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ മറ്റേ വീഡിയോയിൽ. അപ്പോൾ ഗൈസ് 1K കേക്ക് എത്തി അന്ന്. പിന്നെ അനിയത്തിയുടെ ലീലാവിലാസം ഇത് മീൻ പൊരിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടണമാണ് ഗൈസ്. പിന്നെ അത് മീൻ കറി പഠിച്ചവനേ എന്താവോ ചോറും കറിയൊക്കെ. എന്നിട്ട് അങ്ങനെയായി മുളക് അരിച്ച് വെക്കണമെന്നൊക്കെ പറയണം. അല്ല മുളകിട്ട് വെക്കണമെന്നാണ് പറയണത്. മുളക് കറി നല്ല കറിയായിരുന്നു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു കറി, ദണ്ട കറി. പിന്നെ നമ്മുടെ ചോറും കറിയൊക്കെ നമ്മൾ തിന്നാൻ പോണ് ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് കുറച്ച് കറിയൊക്കെ ഉള്ളൂ കേട്ടോ. ഉമ്മച്ചി പുറത്തായിരുന്നില്ല. അപ്പം നമ്മൾ ചോറുന്നാണ് സമയമായി ഗൈസ്. ചോറിനാൻ പോണ് നമ്മൾ. അപ്പം ഉച്ചക്ക് ചോറിന് കഴിഞ്ഞിട്ട് നമ്മൾ മാങ്ങുന്നു ഗൈസ്. അപ്പം അതിൻ്റെ ഇടയിൽ കുളി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഗൈസ്. ഇന്ന് കേക്ക് മുറിക്കാൻ ദിവസം വന്നപ്പോൾ നമുക്ക് കുളിച്ച് സുന്ദരിയാവണം. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഇവിടെ നമുക്ക് കാറിൻ്റെ മുകളിൽ ചെറിയ തർപ്പായിരുന്നു. അപ്പം വലുത് വാങ്ങിച്ചിട്ട് അതിൻ്റെ അങ്ങോട്ടും കൂടെ പൊന്നേ രാത്രിയാണ് കഴിഞ്ഞത് പണി. എന്നിട്ട് അത് കെട്ടിക്കഴിഞ്ഞ് ഗൈസ്. അപ്പം നമ്മൾ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആണ് ഗൈസ്. ഇന്ന് കാരണം ഞാൻ ഇത്രയും എടുത്തിട്ടുള്ള വീഡിയോ. രാത്രി നമ്മൾ കേക്ക് മുറിയായിരുന്നില്ല, വേറെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല. അപ്പം ഞാൻ ഇത്രയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പം ഇതാണ് നമ്മുടെ തട്ടിക്കൂട്ട് ഇൻ മൈ ലൈഫ്. താങ്ക് യു.